കൂടുതൽ നേതാക്കളൊക്കെ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെയാണ്. ഔദ്യോഗികമായ ഒരു തീരുമാനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. നിങ്ങളൊക്കെ എത്തിയെന്നുണ്ടപ്പോ ഞാൻ വന്നത്. ഞങ്ങളെ കാണാൻ വന്നാണോ അതോ ആര്യാടൻ ഷൗക്കത്തിനെ കാണാൻ വന്നാണോ? ആര്യാടൻ ഷൗക്കത്തിനെ കാണാൻ വന്നത് ആയെന്നുള്ള ഗന്ധം എപ്പോഴും ആയിട്ടില്ലേ? വരട്ടെ വരട്ടെ. UDF ആണ്. ആരായാലും എന്താണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂ അല്ല. നിങ്ങളെ നിലമ്പൂരാണ്. UDF ആണ് ഞങ്ങൾക്ക്. ഷൗക്കത്തോ ആരും മറ്റു പേരല്ല. UDF കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി UDF വിജയിക്കും, അത് വിജയിപ്പിക്കും. PV അൻവർ ഈ സ്ഥാനാർത്ഥിയോട് ചെറിയൊരു അഭിപ്രായത്തിലൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞില്ലേ, എനിക്കറിയില്ല. അല്ല, അത് പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പന്നല്ലേ. എല്ലാവരും പ്രഖ്യാപിച്ചു എന്നുള്ളതൊക്കെ ഞാൻ വന്നത്. പ്രഖ്യാപിച്ചിട്ടില്ലേ? ഞാൻ ഉറങ്ങിയെന്ന് നീറ്റോ പ്രഖ്യാപിച്ചു, നേരെ ഓടി. എനിക്ക് പല്ലിന്റെ ചെറിയൊരു പണിയുണ്ട്, അതുകൊണ്ട് ഞാൻ തിരക്കുന്നത്. ടൈമിങ് 5:30 മണിക്കാണ്. ഞാൻ പ്രഖ്യാപിച്ചു, നിങ്ങൾ പറഞ്ഞു എന്ന് അറിഞ്ഞിട്ട് ഓടി വന്നതാ, സന്തോഷം കൊണ്ട്. PV അൻവർ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ തീരുമാനിക്കുക. അതൊരു നിങ്ങൾ ഉണ്ടാക്കുന്ന സംഗതി. പിന്നല്ലാതെ അൻവറെ നമ്മളെ കൂടെ തന്നെ. അത് ഞാൻ പറഞ്ഞ ഞാൻ എന്റെ ദിനൊന്നും ഞാൻ പറയില്ല. ഞാൻ പരിവയ്ക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിലാണ് നേതാക്കൾ തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിലേക്ക് വരുന്നത്. PV അബ്ദുൽ വഹാബ് MP, മുസ്ലിം ലീഗിന്റെ MP ആണ്. പിന്നെ അദ്ദേഹം കൂടി എത്തിച്ചേരുന്നു. ശരിക്കും പിന്നെ അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ മൂഡിലേക്ക്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയി എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം വന്നത്. എന്തായാലും അദ്ദേഹം ഇക്കാര്യത്തിലൊരു തീരുമാനം, അല്ലെങ്കിൽ പിന്നെ ഉടനെ തീരുമാനം ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഏറെക്കുറെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ മൂഡിലേക്ക് മൊത്തം നമുക്കിവിടെ. ശരി, ഞാൻ അസ്ലമിലേക്ക് വരാം.